ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, 10th 4th ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. സാറ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മിഷാൻ എന്നാണ്. സാർ എടുക്കുന്ന സബ്ജക്ട് ഫിസിക്സ് ആണ് മക്കളെ. അപ്പോൾ 10th മക്കളെ നിങ്ങൾക്കറിയാം 4th ചാപ്റ്റർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പ്രതിഫലനം എന്നുള്ള അതിമനോഹരമായിട്ടുള്ള അടിപൊളി ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. എടാ, ഇത് പഠിച്ചാലുള്ള ഒരു ഗുണം സാറ് പറഞ്ഞെ, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 5th ചാപ്റ്ററിലും ഈ സാധനം ഉപകാരപ്പെടും. റെഡി ആണോ? ഒരു ഹാപ്പി എന്താണ് വരാത്ത മുഖത്ത്? എടാ, ഒരു സന്തോഷത്തിലൊക്കെ നിൽക്ക്. കാരണം ഇത് പഠിച്ചാൽ എവിടെ ഉപകാരപ്പെടും? 5th ചാപ്റ്ററിൽ യൂസ് ചെയ്യാം. അതാ ഒരു വെടിക്ക് 2 പക്ഷി. എടാ, നിങ്ങൾക്ക് അങ്ങനത്തെ ആയിട്ടല്ലേ റാൻസ് വരുള്ളൂ. നിങ്ങൾ ഒന്ന് പഠിക്കി, മറ്റവും കൂടെ കിട്ടും എന്നുള്ള പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അങ്ങനത്തെ ആയിട്ടല്ലേ സാറ് വരുള്ളൂ. ശ്രദ്ധിച്ചോടാം. എന്താ പരിപാടി അറിയോ സാർ? അതിന് മുന്നേ ചെറിയൊരു കാര്യം കാണിക്കാം. എടാ, ഇയാൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഹു ആർ യു എന്നൊക്കെ ചോദിച്ചാണ്ട്, വെയിറ്റ് എ മിനിറ്റ്, ഹു ആർ യു എന്നൊക്കെ ചോദിച്ചാണ്ട് വൈറലായ ചിങ്ങായാണ് അല്ലേ? എടാ, നമ്മൾ ആരോടത് ചോദിക്കണറിയോ? കോൺകേവ് മിറർ നോടാ. 4th ചാപ്റ്ററിന് നട്ടല് എന്ന് പറയുന്നത് കോൺകേവ് മിററാ. പലപ്പോഴും കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഏതാ? കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ. ഏതാ? കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ. സാർ അത് എങ്ങനെ പഠിക്കുക എന്നുള്ള പലർക്കും പ്രയാസം ഉണ്ടാവാറുണ്ട്. പ്രശ്നമുണ്ടോ? എടാ, സാറ് വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം. നോക്കടാ, ആദ്യം നിങ്ങൾ ഇതിന് മാർക്കൊക്കെ ഇത് 1 2 3 4 5 ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാമെന്ന്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ചാപ്റ്ററിന്റെ വീഡിയോസ് ആര് കൊണ്ടുവരും. ആ സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും. പ്രശ്നമുണ്ടോ? ഓക്കെ, ആ സമയത്ത് ഇത് എങ്ങനെ വരച്ച് എങ്ങനെ കിട്ടും എന്നുള്ളത് സാറ് ക്ലിയർ ആക്കി തരും. പക്ഷെ ഇതെങ്ങനെ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിച്ചു. ഒന്നാമത്തത്, ഇവിടെ ബിഹൈൻഡ് സി ആണ് വസ്തുവിനെ വെച്ചെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതൊക്കെ പഠിക്കാൻ പലരും പ്രയാസപ്പെട്ടുണ്ടാവും. ബിഹൈൻഡ് സി ആണ് വസ്തുവിനെ വെച്ചെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരിക്കും പ്രതിബിംബം ഉണ്ടാവുക. എടാ നോക്കടാ, അതാ സിക്ക് പിറകിലാണ് വസ്തു എന്നുണ്ടെങ്കിൽ സിക്കും എഫിനും ഇടയിലാണെങ്കിൽ എന്തുണ്ടാവുക? പ്രതിബിംബം ഉണ്ടാവുക. എടാ, അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ മക്കളെ ഇവിടെ കൊടുത്തത്? മൂന്നാമത്തൊന്ന് വായിച്ചു നോക്കിയടാ. സിക്കും എഫിനും ഇടയിൽ നിന്നെങ്കിൽ സിക്ക് പിറകിൽ. എടാ, ഈ 2 മഞ്ഞ കളറിൽ കൊടുത്തത് ഒരേ സാധനത്തിനെ തല തിരിച്ചിട്ടതല്ല മക്കളെ. ആണോ? എടാ, 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടോ? നിങ്ങൾ നോക്കടാ, ഈ സാധനത്തിനൊന്ന് തല തിരിച്ചിട്ടാ അത് കിട്ടി. ഒരു വെടിക്ക് 2 പക്ഷേ കഴിഞ്ഞു. പ്രശ്നമുണ്ടോ? ഇല്ല. എടാ നോക്കടാ, അടുത്ത സാധനം ഇൻസി. എടാ, സിയിലാണ് ഒബ്ജക്റ്റിനെ വെക്കുന്നുണ്ടെങ്കിൽ ഇമേജ് ഇവിടെ തന്നെ കിട്ടുക. സിയിൽ നിങ്ങൾ പ്രതിബിംബം വെച്ചാൽ, വസ്തുവിന് വെച്ചാൽ സിയിൽ തന്നെ പ്രതിബിംബം കിട്ടും. വളരെ സിമ്പിളാണ്. 3 എണ്ണം കിട്ടിയിട്ട് മക്കളെ, വെറും 3 എണ്ണം അല്ല, 5 എണ്ണത്തിൽ 3 എണ്ണം കിട്ടി. ശ്രദ്ധിച്ചോ? എടാ, അടുത്തത് ഇൻഎഫ് പഠിക്കണം. നോക്കട്ടോ, ഇൻഎഫ് ഇവിടെ കണ്ടോ? ഇൻഎഫ് കണ്ടോ? ഇൻഫിനിറ്റി. സിമ്പിളാടാ. ഇൻഎഫ് കണ്ടോ? ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലൊന്ന് മക്കൾ നോക്കേടാ. ഇൻഎഫ് എന്നുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള ഇൻഫിനിറ്റി. അപ്പൊ എഫിൽ വെച്ചാൽ ഇൻഫിനിറ്റി ഉണ്ടാവും. എന്താ? എഫിൽ വെച്ചാൽ ഇൻഫിനിറ്റിയിൽ ഉണ്ടാവും. പ്രശ്നമുണ്ടോ? മലയാളത്തിൽ പറയുമ്പോൾ എഫിൽ വെച്ചാൽ അനന്തതയിലുണ്ടാവും. അന്ധതാന്ന് മക്കൾ പറയരുത്, അനന്തതയിലുണ്ടാവും. എവിടെ ഉണ്ടാവും മക്കളെ? അനന്തതയിലുണ്ടാവും. പ്രശ്നമുണ്ടോ? ഇല്ല. എടാ, ലാസ്റ്റത്തത് എഫിനും പിക്കും ഇടയിലാണ് വസ്തുവിന് വെക്കുന്നതെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണെങ്കിൽ ഇമേജ് ഉണ്ടാവും എവിടെടാ? ബിഹൈൻഡ് മിററിന്, ദർപ്പണത്തിന് പിറകിൽ. സാർ ഒന്നുകൂടെ പറയട്ടെ, മക്കളൊക്കെ കണ്ണടച്ച് അങ്ങനെ ഇരിക്കട്ടോ. എന്നിട്ട് മക്കളെ ശ്രദ്ധിച്ചോ. എടാ, സിക്ക് പിറകിലാണ്, ബിഹൈൻഡ് സി ആണ്. ഓക്കെ, സിക്ക് പിറക് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. സിക്ക് പിറകിലാണ്, ബിഹൈൻഡ് സി ആണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റോടെ ഇമേജ് എവിടെ ഉണ്ടാവുക? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇമേജ് എവിടെ ഉണ്ടാവുക? സിക്കും എഫിനും ഇടയിൽ. പ്രശ്നമുണ്ടോ? ഇല്ല. എടാ, ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കടാ. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ ഇമേജ് എവിടെ ഉണ്ടാവുക? ബിഹൈൻഡ് സി. നേരെ മറിച്ചതാ 1 3 ആലോചിക്ക്. പ്രശ്നമുണ്ടോ? എടാ, സിയിലാണ് വസ്തുവിന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിബിംബം എവിടെ ഉണ്ടാവും മക്കളെ? സിയിലാണ്. യാതൊരു പ്രശ്നമില്ല. ഉണ്ടോ? ഒരു കുഴപ്പമില്ല. അടുത്തത്, എടാ, എഫിലാണ് വസ്തുവിന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തതയിൽ, അതായത് ഇൻഫിനിറ്റിയിലാണ് പ്രതിബിംബം ഉണ്ടാവുക. അവസാനത്തത് എഫിനും പിക്കും ഇടയിലാണെങ്കിൽ ദർപ്പണത്തിന് പിറകിൽ, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ മിററിന് ബാക്കിൽ ഉണ്ടാവും. എടാ, അപ്പൊ സാറ് നിങ്ങൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അത് പറഞ്ഞുതരും. നിങ്ങളൊരു കാര്യം ആലോചിച്ചു കിട്ടോ. ആദ്യത്തെ പോയിന്റ് റിയല്, ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ് റിയല്. പ്രശ്നമുണ്ടോ? എടാ, രണ്ടാമത്തെ പോയിന്റ് ഇൻവേർട്ടഡ്. എടോ, ഇത്രയും സിമ്പിളാണ്. ആദ്യത്തെ 4 എണ്ണത്തിനും ഇതുവരെയുള്ള എല്ലാത്തിനും ഒരേ പോയിന്റാണ്. 2 എണ്ണങ്ങൾ എഴുതിയേക്കണ്ട്. നോക്കടാ, മലയാളീസ് നോക്കടാ. യഥാർത്ഥം തം ഇട്ടാളിട്ടോ. ഓക്കെ, യഥാർത്ഥം. ആദ്യത്തെ 4 എണ്ണം എന്താണ്? യഥാർത്ഥ പ്രതിബിംബമാണ്. അടുത്തത് നോക്ക്, തലകീഴായത്. പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി നോക്കടാ, ലാസ്റ്റത്തത്. ആദ്യം സ്മോൾ ഇമേജ്, പിന്നെ സെയിം ഇമേജ്, പിന്നെ ലാർജ് ഇമേജ്, പിന്നെ വെരി ലാർജ് ഇമേജ്. ആദ്യത്തെ എന്താടാ? സ്മോൾ ഇമേജ്,
പിന്നെ സെയിം ഇമേജ്, പിന്നെ ലാർജ് ഇമേജ്, പിന്നെ വെരി ലാർജ് ഇമേജ്. എടാ അങ്ങനെ ഓർഡറിൽ കൊടുത്താൽ പോരെ മക്കളെ. എടാ അവസാനത്തെ മാത്രം വെർച്വലി ഇറക്റ്റഡ് ലാർജ്. പ്രശ്നമുണ്ടോ? ഇല്ലല്ലോടാ. നോക്കട്ടെ, എല്ലാവരും നോക്കടാ. ആദ്യം ചെറുത്, പിന്നെ തുല്യ വലുപ്പമുള്ളത്, വലുത്, വളരെ വലുത്. ക്ലിയർ ആയിട്ട്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മക്കൾ പഠിച്ചു വെക്കോ. വളരെ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കോ. പ്രശ്നമുണ്ടോ? ഓക്കെ ആണോ? അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.